വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചരണങ്ങളുമായി കോൺഗ്രസും സിപിഎമ്മും. വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമല്ലെന്നും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്നുമുള്ള ആസൂത്രിത പ്രചരണമാണ് നടക്കുന്നത്. മുനമ്പം ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ ഉറപ്പാക്കും വരെ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നൽകിയിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വഖഫ് അധിനിവേശത്തെ ചെറുക്കുവാനുള്ള നിയമവഴികൾ ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ തുറന്നിട്ട് കഴിഞ്ഞു. തുടർ നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. മുനമ്പം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാകും ചട്ടരൂപീകരണം. അതിനിടെ മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടും വരെ കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നൽകിയതിനു ശേഷവും UDF-ഉം LDF-ഉം കുപ്രചാരണങ്ങൾ നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന് മാത്രം പരിഹരിക്കാൻ സാധിക്കുന്നതല്ല മുനമ്പത്തെ പ്രശ്നം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിന്റെ സാധുത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമത്തിൽ ചട്ടരൂപീകരണമാണ് ഇനി പ്രധാനം. വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലുള്ള കേസിൽ മുനമ്പത്തെ ഭൂമിയിലെ വഖഫ് രജിസ്ട്രേഷൻ നടപടികൾ സംബന്ധിച്ച് ചോദ്യമുയർന്നതും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. മുനമ്പം ഭൂമിയുടെ വിൽപ്പന സാധുത ശരിവെക്കേണ്ടതല്ലേ എന്ന ട്രൈബ്യൂണൽ ചോദ്യം വഖഫ് ബോർഡിന് വലിയ തിരിച്ചടി നൽകുന്ന ഒന്നാണ്. വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരുന്ന വകുപ്പിൽ ഭേദഗതി വരുത്തി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയതും മുനമ്പം ജനതയ്ക്ക് മാത്രമല്ല വഖഫ് അധിനിവേശത്തിന്റെ ഇരകൾക്കെല്ലാം ഏറെ പ്രയോജനകരം തന്നെ. ജനം, കൊച്ചി.